രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ മച്ചമ്പിയൊന്നുമല്ല. എന്നാൽ ഇവിടുത്തെ നിയമപാലക സംഘം വെറുതെ ക്രൂശിച്ച ഒരു ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. യാതൊരു സംശയവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റ് പല കുഴപ്പങ്ങളും കാണും. അഹങ്കാരിയായിരിക്കും, തെമ്മാടിയായിരിക്കും, പല പല കുലക്ഷം കാണും. അതൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. എങ്കിലും ഈ ബലാത്സംഗ കേസ് കള്ളക്കേസാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചു. ഡിഫൻസ് ലോയറുടെ വാദമുഖങ്ങൾ അംഗീകരിച്ചു. പ്രോസിക്യൂഷൻ പറഞ്ഞ വിഡ്ഢിത്തങ്ങളെല്ലാം തള്ളി എന്ന് വേണം പറയാൻ. പ്രോസിക്യൂഷൻ അമ്പയെ പരാജയമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാബിച്വൽ ഒഫൻഡറാണെന്നും സീരിയൽ റേപ്പിസ്റ്റ് ആണെന്നും ഒക്കെ ഘോരഘോരം പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചു. അത് വിഡ്ഢിത്തമായിരുന്നു എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു. എങ്കിലും കോടതികൾ ഇത് പരിഗണിക്കുന്ന കാണുമ്പോൾ കോടതിയിലുള്ള വിശ്വാസം നമുക്ക് കൂടിയാണ്, എനിക്ക് കൂടി. ഇത്രയും ദിവസം തന്നെ അയാളെ അകത്തിട്ടത് ശരിയായില്ല എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക്. എങ്കിലും നിയമ നടപടികളുടെ ഭാഗമായി ചില കേസുകളിൽ റിമാൻഡിൽ കഴിയേണ്ടതായി വരും. ചിലപ്പോൾ നിരപരാധികൾ വരെ പലരും അങ്ങനെ റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മഹാമാന്യനാണെന്നും സത്യസന്ധനാണെന്നും നീതിമാനാണെന്നും ഒന്നും ഞാൻ പറയുന്നില്ല, പറയാൻ സാധിക്കത്തുമില്ല. എന്നാൽ ഈ ബലാത്സംഗം എന്നുള്ള സംഘം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കേരള ജനത അത് ഏറ്റെടുക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റ് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതെല്ലാം ഒരു വിവാഹേതര ബന്ധം അല്ലെങ്കിൽ ഭാര്യയല്ലാത്ത സ്ത്രീകളുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് കണക്കാക്കാൻ പറ്റും. അത് നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് നിയമവിരുദ്ധമല്ല. ഏത് പുരുഷനും ഏത് സ്ത്രീക്കും പ്രായപൂർത്തിയായ ഇണയെ തേടാം, അവരുടെ സമ്മതത്തോടുകൂടി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാം. അതിന് നമ്മുടെ നിയമം തടസ്സമാകുന്നില്ല. ആ സ്ഥിതിക്ക് അങ്ങനെ ഉഭയസമ്മതപ്രകാരം ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ട് അതിൻ്റെ ആസ്വാദ്യത അനുഭവിച്ചിട്ട് ഒരു ഇണ മറ്റൊരു ഇണയ്ക്കെതിരെ കേസ് കൊടുക്കുന്നത് നീതികേടാണ്, അതൊരു ധർമ്മമല്ല. ഇവർ ബന്ധം സ്ഥാപിക്കുമ്പോൾ ഉള്ള സ്നേഹം പിന്നീട് പോകുന്നത് മറ്റൊരു കാര്യത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പല വള്ളത്തിൽ കാലി ചവിട്ടി. ആ പല വള്ളത്തിൽ കാലി ചവിട്ടിയപ്പോൾ ചിലർക്കൊക്കെ അതിൽ വിരോധമുണ്ടായി. ആ വിരോധമാണ് ഈ ബലാത്സംഗത്തിലേക്ക് വന്നത്. പിന്നെ അതിനെ പ്രേരിപ്പിച്ച് ബലാത്സംഗമാക്കാൻ നമ്മുടെ ഇടതും വലതും കക്ഷികളും മറ്റു ചില ശത്രുക്കളുമൊക്കെ പ്രേരകമായി പല കാര്യങ്ങളും ചെയ്തു. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ അകത്തുപോക്കിൻ്റെ ആധാരം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് അകത്ത് കിടന്നതൊക്കെ നല്ലതാണ്. ഈ ജയിലൊക്കെ ഉണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനും അറിയണമല്ലോ. ഞാനും ജയിലിൽ കിടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിനൊന്നുമല്ല, ചില കാര്യത്തിനൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്, പലവട്ടം കിടന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനും അത്തരത്തിൽ കിടക്കുന്നതിന് ഒരു വിഷമോ വിരോധമൊന്നും എനിക്കുമില്ല. കാരണം ഇതൊക്കെ നമുക്ക് അനുഭവിക്കേണ്ട സംഗതികളാണ്. സർക്കാരിൻ്റെ ചില ഗസ്റ്റ് ഹൗസുകളാണ് ഈ ജയിൽ. സർക്കാരിൻ്റെ അധീനതയുള്ള സർക്കാരിൻ്റെ സംരക്ഷണയിൽ സർക്കാർ ആഹാരം തന്ന് നമ്മളെ പരിപോഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ജയിൽ. ജയിൽ ഒരു ആത്മവിദ്യാലയം എന്ന് ഞാൻ ഒരിക്കൽ ഒരു ലേഖനം എഴുതിയിരുന്നു. യഥാർത്ഥത്തിൽ ശരിയാണ്, ജയിൽ ഒരു ആത്മവിദ്യാലയമാണ്. നമ്മൾ ജയിലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എത്ര ഉന്നതനാണെങ്കിലും എത്ര താണവനാണെങ്കിലും ഒരേ നിലയാണ്, സർവ്വസമത്വം. അവിടെ വലിയനുമില്ല ചെറിയവനുമില്ല, ഒറ്റമുണ്ടും ഷർട്ടും, അണ്ടർവെയർ പോലും ഇടണമെന്നില്ല, മൊബൈലില്ല, ഇൻ്റർനെറ്റില്ല, സുഹൃത്തുക്കളില്ല, ബിസി ഷെഡ്യൂളൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുക, ആഹാരം കഴിക്കുക, അവിടെ ഇരിക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. ചിലർ പറയും ജയിൽ എനിക്ക് വളരെ രസകരമായിരുന്നു എന്ന് പറയും. ഒരിക്കലുമല്ല. ജയിൽ തന്നെയാണ്. ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. ജയിലിനകത്ത് കിടക്കുമ്പോൾ അറിയാം അതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ. എന്താ യഥാർത്ഥത്തിൽ ജയിൽ ഒരു കറക്റ്റ് ചെയ്യാനുള്ള ഒരു കേന്ദ്രമാണ്. നമുക്ക് ചിന്തിക്കാനും ഇതൊക്കെ ഇനിയും നാളെ ചെയ്യരുതെന്ന്
തീരുമാനമെടുക്കാനും ഒക്കെയുള്ളൊരു കേന്ദ്രമാണ്. അല്പസ്വല്പം തോന്നിവാസം കാണിക്കുന്നതിനൊക്കെ ജയിലിൽ കിടത്തിയാൽ നന്നാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് ജയിൽ പേടിയാണ്. കാരണം വെച്ചാൽ ആ ജയിലിൽ കിടക്കുന്ന കിടപ്പ് അത് വലിയ ബുദ്ധിമുട്ടാണ്. ഉള്ള കാര്യം പറയണമല്ലോ. ഞാൻ ജയിലിൽ കിടന്നു, വളരെ സന്തോഷമായിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു എന്നൊക്കെ ചില വന്ന് ഗീർവാണം അടിക്കും. ചുമ്മാതാ. അവിടെ കിടന്ന് വേവെള്ളം തുറുവ. അവനൊക്കെ വെളിയിൽ ഇറങ്ങി വന്ന ഇത് പറയുന്നത്. പിന്നുണ്ട് ഹാർഡൻഡ് ആയിട്ടുള്ള ക്രിമിനൽസ്, വളരെ ഇതായിട്ടുള്ള ക്രിമിനൽസ്. അവർക്കിതൊന്നും പ്രശ്നമല്ല. അവർക്ക് ജയിൽ എന്ന് പറയുന്നത് അവർക്കതൊന്നും പ്രശ്നമല്ല. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ജയിൽ ഒരു പ്രശ്നം തന്നെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഉടനെ വെളിയിറങ്ങും. അടുത്ത ബലാത്സംഗ കേസൊന്നും അയാളുടെ പേരിൽ ഇനിയും ചാർത്തിയിട്ടില്ലെങ്കിൽ തുടർന്നും വെളിയിൽ നടക്കാം. ഇനി അടുത്ത നിയമസഭാ ഇലക്ഷൻ വേണമെങ്കിൽ പാലക്കാട്ട് നിന്ന് മത്സരിക്കാം. കോൺഗ്രസിൻ്റെ അല്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിക്കാം. അങ്ങനെ മത്സരിച്ചാൽ അയാൾ അവിടെ ജയിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് നിന്നാൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പറ്റും. അതയാൾ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അതയാൾ ചെയ്യണമെന്നാണ് ഞാൻ അയാളോട് പറയുന്നത്. എനിക്ക് അയാളുമായിട്ട് പരിചയമില്ല. അയാളുടെ ഫോൺ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല. കോൺഗ്രസ്സുകാരെ അവിടെ തോൽപ്പിക്കണം. അപ്പോൾ നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.